Welcome to Star Jam with Chittu Susan. In the number guest is the actor and writer of Homely Meals, now turned director of the new movie Ben. Please welcome Vipin Atlee. Vipin Atlee, who are you? Your new movie Ben. അതിന്റെ സ്കൂൾ പിള്ളേരെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് ദാറ്റ് സ്കൂൾ കുട്ടികൾക്ക് തല്ലുന്നത് പറയുന്നുണ്ട്. അത് അനുവദിക്കണോ അത് അനുവദിക്കരുതോ? അതിപ്പോൾ അവർ ചെയ്യുന്ന കുറ്റകൃത്യം പോലിരിക്കും. തല്ല് കൊള്ളാൻ പറ്റുന്ന സാധനം ചെയ്യണമെങ്കിൽ അവന് തല്ല് കൊള്ളണം. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവന് തല്ലുകൊണ്ട് വളരാത്തതുകൊണ്ടാണെന്ന് ആൾക്കാർ പറയും. അത് നമ്മുടെ നാട്ടിൽ മലയാളികൾ പറയും. അപ്പൊ അതുകൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് വേണമെങ്കിൽ തല്ലായിരിക്കാം. So tell me, what is Ben in the story? ബെൻ ഒരു കുട്ടികളുടെ സിനിമയല്ല, കുട്ടിയെ പറ്റിയുള്ള പടമാണ്. മൊത്തം പറഞ്ഞപ്പോൾ ആൾക്കാർ കാണില്ലോ, തിയേറ്ററിൽ പോയി കാണണ്ടേ. അതിന്റെ സ്റ്റോറി ലൈൻ എന്താണ്? സ്റ്റോറി ലൈൻ പറഞ്ഞുതരാം. സ്റ്റോറി ലൈൻ ഒരു കുട്ടിക്ക് അവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവൻ റീപ്ലേസ് ചെയ്യുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന അവൻ്റെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധനമാണ്. അവൻ്റെ മൈൻഡാണ് ബെൻ എന്ന് പറഞ്ഞ കുട്ടിയാണ് പ്രൊട്ടാഗണിസ്റ്റ്. അവൻ്റെ മൈൻഡാണ് പടം. ബെൻ ഒരു കുട്ടികളുടെ സ്റ്റോറിയാണ് ബിക്കോസ് ഞാൻ കൊച്ചിലെ ഒത്തിരി തല്ല് കൊണ്ടിട്ടുണ്ട്. ട്രൂ ഓർ ഫാൾസ്? പിന്നെ ഉറപ്പായിട്ടും കൊണ്ടിട്ടില്ലേ? ഏറ്റവും കൂടുതൽ കൊണ്ട് വഴക്കല്ലേ തല്ല് എന്തിനാണ്? അത് പല കാര്യം ചെയ്യുമല്ലോ. ഞാൻ പണ്ട് പ്രോഗ്രസ് കാർഡ് ഒളിപ്പിച്ച് വെക്കും, പാസ്സായെന്ന് പറയും. സൈൻ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നിട്ട് കൊടുക്കും. ഫാൾസ് തീർച്ചയായിട്ടും. അപ്പൊ പറയും ഞാൻ ജയിച്ചു എന്ന് പറയും. അവസാനം ഞാൻ സ്കൂളിൽ പറയും പ്രോഗ്രസ് കാർഡ് കാണാനെന്ന് പറയും. അല്ലാതെ കണ്ടുപിടിച്ചിട്ടില്ല. എന്തെങ്കിലും കടിക്കുമ്പോൾ താഴെ എന്റെ പ്രോഗ്രസ് കാർഡ് എവിടെ വിളിച്ചു വെച്ചിട്ടുണ്ടോ, അപ്പൊ പിടിക്കും, അപ്പൊ തല്ലും. ഓപ്പൺ ഹൗസിന് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് പറഞ്ഞ കാര്യം എന്താണ് വിപിൻ ആറ്റ്ലീനെ കുറിച്ച്? കൊച്ചിന് സ്കൂളിൽ നിന്ന് മാറ്റാൻ പറ്റുമോ വേറെ അങ്ങനെയാണ് പറഞ്ഞത്. പണ്ട് സ്കൂളുകളിൽ ടീച്ചേഴ്സിന് പിള്ളേരെ തല്ലുവാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. അല്ല, അങ്ങനെ ഗുണവും ദോഷമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഒരു എന്താ പറയാ, ചില പിള്ളേർ തല്ലിയാൽ നമ്മൾ അവരെ തല്ലണം, ചില പിള്ളേർ തല്ലാണ്ട് നന്നായിക്കോളും, അവരെ തല്ലണ്ട, അത്രേ ഉള്ളൂ. വിപിൻ ആറ്റ്ലി തല്ലിയത് കൊണ്ട് നന്നായിട്ടുണ്ടോ? ഒട്ടും നന്നായിട്ടില്ല. തല്ലിയ രീതിയിൽ കുഴപ്പമുണ്ടായിരിക്കും, നന്നായിട്ടില്ല. ഏറ്റവും വെറുപ്പിച്ച സബ്ജക്ട് ഏതാണ്? മാത്തമാറ്റിക്സ്. കണക്കില് അന്നും ഇന്നും എന്നെ കൊണ്ട് പറ്റാത്ത സാധനം. മാത്തമാറ്റിക്സിൽ മെനക്കെട്ട സാധനമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓൾജിബ്ര കാണുമ്പോൾ പേടിയും. വിപിന്റെ എല്ലാ സ്റ്റോറീസും ട്രൂ സ്റ്റോറിയാണ്. അപ്പൊ അതിനകത്ത് ഫ്രം ദി ഓഡിയൻസ് ഒരു ഫിക്ഷണൽ സ്റ്റോറിയും ഒരു ട്രൂ സ്റ്റോറിയും തമ്മിൽ വ്യത്യാസം എന്താണ്? ഫിക്ഷൻ സ്റ്റോറിയും ട്രൂ സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറെ ഭാഗങ്ങൾ നമുക്ക് ഈസിയാണ്. കാരണം ഒറിജിനൽ ഇൻസിഡന്റിനെ സിനിമാറ്റിക് ആക്കി മാറ്റിയാൽ മതി. മറ്റേതാകുമ്പോൾ നമ്മൾ കുറച്ച് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ടു മച്ച് ഓഫ് എനർജി അതിന് ആവശ്യം വരും. ഇതിന് അത്ര ആവശ്യമില്ല. കാരണം ഒറിജിനൽ സാധനത്തിന് നമ്മൾ സിനിമാറ്റിക് ആക്കി മാറ്റുന്ന പ്രോസസ് മാത്രമേ ഉള്ളൂ. അത് ഡയറക്ഷണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എല്ലാ പോയിന്റ് ഓഫ് വ്യൂ, റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, ഡയറക്ഷണൽ പോയിന്റ് ഓഫ് വ്യൂ. ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിന് ഏതിനായിരിക്കും കൂടുതൽ റിസപ്ഷൻ എന്നാ തോന്നുന്നത്? 100% രണ്ടും ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യും. അത് നമ്മളത് എങ്ങനെ മാറ്റുന്നതനുസരിച്ചിരിക്കും. ചിലപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം ഭയങ്കര ആർക്കും പുറത്തോട്ട് നോക്കി ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു കാര്യം കാണാൻ താല്പര്യമില്ല. അതിനെ നല്ലവണ്ണം സിനിമാറ്റിക് ആക്കിയാൽ 100% അവർ സ്വീകരിക്കും. അല്ലാതെ ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ വേറൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കിയെടുത്ത് നമുക്ക് അറിയാത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് വളരെ നന്നായിട്ട് ചെയ്യണം. എന്നാലും ആൾക്കാർക്ക് അത്രയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് ഇത് ഉണ്ടാക്കിയ സാധനം നല്ലോണം ഉണ്ടാക്കണം. ഒറിജിനൽ സാധനം നമ്മളൊന്ന് പൊക്കി കൊടുത്താൽ മതി. പിള്ളേർ കുറുമ്പ് കാണിക്കും. അതുകൊണ്ട് ബെന്നിന്റെ സെറ്റില് ഒരു കുട്ടി പട്ടാളത്തെ മാനേജ് ചെയ്യാൻ എങ്ങനെയായിരുന്നു? പറയുമ്പോൾ ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ തോന്നി തലക്ക് പ്രാന്ത് പിടിക്കും സത്യം പറഞ്ഞാൽ. പക്ഷേ എനിക്ക് പിള്ളേർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുട്ടികളുടെ പടം ചെയ്തത്. പക്ഷെ എന്നാലും തലവേനായിരുന്നു. കാരണം ഈ പുഴയുടെ സൈഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഗൗരവ വെള്ളത്തിൽ പോകുന്നുണ്ടോ, കാരണം അടുത്ത് ഇതിനെടുക്കാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കിയുള്ള പിള്ളേർ അങ്ങോട്ട് പോകുന്നുണ്ടോ, ഇത് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാന്നുള്ളത് വലിയൊരു ഹാർഡ് ടാസ്ക് ആയിരുന്നു. പിന്നെ തീർത്ത് പൊടികളല്ല, നല്ല രസമായിരുന്നു. സ്കൂൾ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അടുത്തത് ഞാൻ അഭിനയിപ്പിക്കുമ്പോൾ കണ്ടിന്യൂറ്റി ചെയ്തൊരു സാധനമുണ്ട്. അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് റൂം സീക്വൻസ് എടുക്കുമ്പോൾ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം അവർ ചെയ്ത കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വൈറ്റ് ഷോട്ട് വെച്ചിട്ട് പിന്നെ ക്ലോസ് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂറ്റി വേണ്ട. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ്. അത് നിങ്ങൾ കളിച്ചോ സ്റ്റാച്യു, അപ്പോൾ മരിക്കാൻ നിൽക്കും. അപ്പോൾ ചേട്ടാ കാര്യമായിട്ട് ക്യാമറ കൊടുത്ത് വലിയ ലെൻസൊക്കെ മാറ്റി വെക്കുമ്പോൾ സ്റ്റാച്യു ഔട്ട്, അപ്പോൾ പുട്ടരെ വരും. അപ്പോൾ കറക്റ്റ് കണ്ടിന്യൂറ്റി കിട്ടും. അങ്ങനെയാണ് അവരെ കൊണ്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. അല്ല, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ പിള്ളേർക്ക് നമ്മൾ ക്ലാസ് റൂം ഷൂട്ട് ചെയ്യുമ്പോൾ പിള്ളേർ എപ്പോഴും ഒരാളെ അനുസരിക്കുള്ളൂ. അവർക്ക് ഒരു മാസ്റ്റർ വേണം എപ്പോഴും. ഉറപ്പായിട്ടും. അത് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര കൺഫ്യൂസ് ആയി. അപ്പോൾ ഞാൻ നിന്നിട്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ പറയുമ്പോൾ
അത് ചിലത് ഒരു ക്ലാസ് റൂമിൽ സാർ എങ്ങനെ നോക്കുക അതുപോലെ തന്നെയാണ് ഞാൻ നിന്നതും. പക്ഷെ രസമായിരുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നല്ല രസമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ വർക്ക് ചെയ്യുന്ന രസമാണ്. വിപിൻ ആറ്റ്ലിയുടെ ഏറ്റവും ക്രിട്ടിക്കലി അക്ലെയിം മൂവി ആയിരുന്നു ഹോംലി മീൽസ്. അതിൽ ആ ഹോംലി മീൽസ് ഉണ്ടാക്കാൻ എത്ര കഥകൾ കൊട്ടേണ്ടി വന്നിട്ടുണ്ട്? എനിക്ക് ഹോംലി മീൽസ് ഉണ്ടാക്കാൻ ഒരു കഥകളും തൊട്ടണമെന്നില്ല. അതിനു മുമ്പ് അതിനു മുമ്പ് അത് മരത്തിന്റെ ഉണ്ട്, ഇരുമ്പിന്റെ ഉണ്ട്, പല കഥകളുണ്ട്, പല അല്ല അങ്ങനെ ഒരുപാട് കഥകളൊന്നും മറ്റേ ഒരുപാട് മുട്ടിട്ടുണ്ട്, ഒരുപാട് മെനക്കെട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹോംലി മീൽസ് എത്തിയപ്പോഴേക്കും അത് വലിയ മുട്ടേണ്ട വന്നില്ല. ഇപ്പോഴും അങ്ങനെ അതും ഇതൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ ദൈവറുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയ കാര്യങ്ങൾ. ബിഫോർ ദാറ്റ് ഒരു ഹാർഡ് വർക്ക് സ്റ്റേജ്, അത് ഞാൻ എൻജോയ് ചെയ്ത സ്റ്റേജ് ആട്ടോ. ഞാനൊരു ഹാർഡ് വർക്ക് സ്റ്റേജ് ആണെന്ന് കഷ്ടപ്പെട്ട സ്റ്റേജ് ആണെന്ന് കാണുന്നില്ല. അതും ഒരു എൻജോയ്മെന്റ് തന്നെയായിരുന്നു. നമ്മൾ അലഞ്ഞടക്കുന്ന ഒരു രസമാണ്. ഇത് എഴുതണം, ഒരു സിനിമയാക്കണം എന്ന് തോന്നിയത് എപ്പോഴാണ്? ഹോംലി മീൽസ് അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ കുറേ ഇൻസിഡൻസും എൻ്റെ കൂട്ടുകാരന്മാരുടെ ബഹളമൊക്കെ ആയിരുന്നപ്പം നമുക്കിങ്ങനെ അനുപേട്ടന് ഒരു പ്രൊജക്റ്റിൻ്റെ നമ്മൾ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം പണ്ട് ഞാൻ ചെയ്ത ഒരു രാത്രി ഒരു CD കട, രാത്രി നമ്മുടെ പാലാട്ടത്തെ നമ്മുടെ പിള്ളേരെ കൂടി രാത്രി CD കട കുത്തി തുറന്നിട്ട് CD എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഇപ്പൊ CD കടയില്ല. ആ ഒരു ഇൻസിഡന്റ് ഞാൻ ആലോചിച്ചപ്പോൾ നല്ല രസമുണ്ട്. രാത്രി ബാബുവണ്ണിയുടെ പടാത ഷക്കീല കരണത് ഏത് പടത്തില ഇപ്പൊ കൂടെ നിൽക്കുന്ന കൊച്ചു പറയുന്നത് ഇങ്ങനത്തെ കുറെ ഇൻസിഡൻസ് വന്നപ്പോൾ ഇതെല്ലാം ഒരു ത്രില്ലർ പോലെ ഒരു ഐറ്റംസ് ഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഫിലിം, അതൊരു സ്റ്റോറിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്താണ് ഹോംലി മീൽസ്. അതിൽ കാണിക്കുന്ന കഷ്ടപ്പാട് ശരിക്കും സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് അതിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓഡിയൻസിന് കുറവാണ് റിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണോ DVD ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സെല്ലായതാണ് ഹോംലി മീൽസ്, പക്ഷേ തിയേറ്ററിൽ ഓടിയത് കുറവാണ്? അതിന്റെ ബേസിക് പ്രോബ്ലം ഇപ്പൊ നമ്മളൊരു TV ചാനൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ എഡിറ്റിംഗ് തീർക്കണം, ഇപ്പൊ തന്നെ ഔട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. സാധാരണ ആൾക്കാർക്ക് അത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല, അവർക്കത് അറിയില്ല ഇതിന്റെ പിന്നിലെ ഹാർഡ് വർക്ക്. അപ്പൊ അവരെ സംബന്ധിച്ചോളം എക്സൈറ്റിംഗ് അല്ലത്, അവർക്കത് എക്സൈറ്റഡ് ആവാനൊന്നുമില്ല. അത് നമ്മളിപ്പോ പോയിട്ട് വേഗം മിനി TV മറ്റേ അത് എടുത്തിട്ട് നേരെ കൊണ്ട് റെൻഡർ വേഗം ഔട്ടർക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇവർക്കറിയില്ല സംഭവം. പടത്തിന്റെ ത്രില്ലർ പോലെ പറയണേ. അപ്പൊ ആൾക്കാർക്ക് ഇതെന്തിനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കണമെന്ന് ചില ആൾക്കാർക്ക് ഫീൽ ചെയ്ത്. പക്ഷെ പൈസ കൊടുക്കാതെ കാണുന്നതാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ DVD അല്ലെങ്കിൽ വേറെ TV എന്നുള്ള മീഡിയത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നത് ശരിയാണ്. കാരണം വെച്ചാൽ അത് ഫോഴ്സ്ഫുള്ളി ആ സിനിമ കാണാൻ പലരും പറ്റാതായിപ്പോയി. പിന്നെ ചില കാറ്റഗറി ഓഫ് ഓഡിയൻസിന് മാത്രമാണ് അത് മനസ്സിലായത്. ആ മനസ്സിലായവർക്ക് നല്ലോണം മനസ്സിലായി, പിന്നുള്ളവർക്ക് പയ്യനെ മനസ്സിലായി. അതുകൊണ്ടാണ് സ്ലോ പോയ്സ് ആയിരുന്നു ഹോംലി മീൽസ്. മോനെ നിനക്ക് ഉറപ്പല്ലേ ഷക്കീല മാമിയിലെന്നല്ലേ കരയണേ? എപ്പോഴാ കരയണെന്ന് മോനെ ഓർമ്മയുണ്ടോ? അതില്ലേ, പ്രതാപേന്ദ്രൻ മരിക്കും, അപ്പൊ ഒരു വീട് കാണിക്കും. ആ വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് ഷക്കീല കരയണത്. മോസസ് ജി, മാമി ഞാൻ വായിച്ചിരുന്നു ദാറ്റ് സ്വന്തം സ്ക്രിപ്റ്റ് ഇല്ല മാത്രമേ ആക്ട് ചെയ്യത്തുള്ളൂ വിപിൻ ആറ്റ്ലി. എന്തുകൊണ്ട്? നമ്മുടെ വൃത്തിയോട് നമുക്കറിയാം, അതനുസരിച്ച് എഴുതിയാൽ പോരെ. മറ്റത് വേറൊരാൾ പറയുമ്പോൾ അയാൾക്ക് ഭയങ്കര ഐഡിയാസ് ഉണ്ടാവും, ചെയ്യുമ്പോൾ അലമ്പായിരിക്കും. ഇത് എനിക്ക് തന്നെ എഡിറ്റ് ചെയ്തോളാം എന്റെ വൃത്തിയോട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, സേഫാ. മറ്റത് നമ്മൾ റിസ്ക് ആണ്. എന്തിന്റെ റിസ്ക്? സ്റ്റീരിയോടൈപ്പിന്റെ അല്ല, സ്റ്റീരിയോടൈപ്പ് അഭിനയിക്കാൻ അറിയില്ലല്ലോ. അപ്പൊ മറ്റു നമുക്ക് എനിക്ക് ആ എക്സ്പ്രഷൻ അറിയാം, അപ്പൊ അത് എഴുതി വെക്കുക. എനിക്കിങ്ങനെ അറിയാം, എന്നെ കാണാൻ ഈ ലുക്കിൽ കൂറ, ഓക്കെ മറ്റേ ലുക്കിലും കൂറ, അപ്പൊ രണ്ട് ലുക്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാധനം എഴുതി വെച്ചാൽ പോലെ. അപ്പൊ അതുകൊണ്ട് സേഫ് ആയി പോകും. ഹൈപ്പോത്തറ്റിക്കലി സ്പീക്കിംഗ്, വേറൊരു സിനിമ എടുക്കുവായിരുന്നെങ്കിൽ സ്റ്റീരിയോടൈപ്ഡ് ആവും എന്നൊരു ഫിയർ ഉണ്ടോ? ഒട്ടുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഫ്രം an actor in Homely Meals to a director in Ben, ഇന്ന് how do you feel? ഒന്നും ഫീൽ ചെയ്യണ്ട. കാരണം ഹോംലി മീൽസിനാണെങ്കിൽ ഞാൻ ബിഹൈൻഡ് ദ സ്ക്രീൻ വർക്ക് ചെയ്തിരുന്നതാണ്. കഷ്ടപ്പാട് കൂടുതൽ അവിടെ ആയിരുന്നു ഇവിടെ ആയിരുന്നു? ഹോംലി മീൽസിനേക്കാൾ ഈസി ആയിരുന്നു പെൻ. ഹോംലി മീൽസ് കുറച്ചുകൂടെ വർക്ക് അഭിനയിക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യണം. 2 മണിയും കൂടി മോഡത്തിനും ആ മാർച്ച് മാസത്ത് കൊടുക്കാത്ത വെയിലും ഇതെല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടായിരുന്നു. ഇത് പിന്നെ എന്റെ തറവാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തത്. ഹോംലി മീൽസിൽ യു ആർ ആക്ച്വലി ഇമിറ്റേറ്റിംഗ് കമല ഹാസൻ. ആ ഒരു സീൻ വാസ് എക്സലന്റ്. അതൊന്നും ഇപ്പൊ ചെയ്യാമോ? അതിനകത്തൊരു സീന് ഞാനിപ്പോൾ തിയേറ്ററിൽ ഓട്ടവും എടുത്തൊക്കെ തൊണ്ട പോയി കിടക്കണം. എങ്കിലും അതിലൊരു സീനിൽ ഒരു ക്യാരക്ടർ എന്നോട് നീരജ് ചെയ്യുന്ന ക്യാരക്ടർ എന്നോട് പറയുന്നുണ്ട്, ഞാനൊക്കെ എന്തെങ്കിലും ആവോടോ വിഷമിച്ച് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നൊരു ഡയലോഗ് ഇങ്ങനെയാണ് ടോണിൽ: ആളുകൾ പ്രേമിക്കുന്നതും കല്യാണം കഴിക്കുന്നതും കുട്ടികളുണ്ടാകുന്നതും എല്ലാം ഭൂമി ഉണ്ടായ കാലം മുതൽ എല്ലാവരും ചെയ്യുന്നതാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ പേരാണ് ജീവിതം, സുന്ദരി ലൈഫ്. ഇങ്ങനൊരു
நான் ஒரு தடவை சொன்ன 100 தடவை சொன்ன மாதிரி അത് വേറെ ആളല്ല. ആസ് എ ഡയറക്ടർ ഒരു മൾട്ടി സ്റ്റാർ കാസ്റ്റ് മൂവി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെ കാസ്റ്റ് ചെയ്യും? ഓപ്ഷൻ 1 നിവിൻ പോളി, ഓപ്ഷൻ 2 ദുൽഖർ സൽമാൻ, ഓപ്ഷൻ 3 പൃഥ്വിരാജ്. ഈ 3 പേർക്കും ഒരു കഥ എന്നും എനിക്ക് വരുന്നു അന്ന് ഞാൻ ആലോചിക്കും. വളരെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വിപിൻ. ആസ് കമ്പയർഡ് ടു സാറ്റലൈറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഫേസ് വാല്യൂ, അത് കാരണം ഒരു സിനിമ നന്നായി ഓടും ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു അഭിപ്രായത്തിൽ യോജിപ്പുണ്ടോ ഇൻ ആർ ഇൻഡസ്ട്രി? അങ്ങനെ നല്ല സിനിമയാണെങ്കിൽ 100% അത് പൊക്കോളും. ഓക്കെ ഏതെങ്കിലും ഒരു നല്ല പടം ഇറങ്ങിയിട്ട് പൊട്ടയാന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ കാണാൻ അല്ലെങ്കിൽ നല്ല പടം ഇറങ്ങിയിട്ട് ഒരു അയ്യോ അത് ഓടിയില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് വെറുതെ തോന്നല. ഏതൊക്കെ നല്ല പടം ഇറങ്ങിയിട്ട് അതെല്ലാം ഓടിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതിയില്ല. ഓക്കെ മിക്കവരും ഇന്ന് സിനിമ കാണുന്നത് FB റിവ്യൂസ് വായിച്ചു കഴിഞ്ഞിട്ടാണ്. അതിന്റെ കേസ് തന്നെയായിരുന്നു ഹോംലി മ്യൂസിന് സംഭവിച്ചിരുന്നത്. തീർച്ചയായിട്ടും FB റിവ്യൂസ് വായിച്ചിട്ട് പടം കാണുന്നവർക്കൊരു FB റിവ്യൂവിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ അത് ആൾക്കാരിലേക്ക് എത്താൻ അതും സമയം പിടിക്കും. ഓക്കെ ഇന്ന് കുറെ പേരെ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്ത് വരട്ടെ, അവരപ്പത്തിന് സിനിമയ്ക്ക് പോകണമെന്നില്ല. അതാണ് മറ്റന്നാ പോകുന്ന എന്തെങ്കിലും പടം മാറിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഹോംലി മീൽസ് അത്രയും പറയത്തക്ക നമുക്ക് നെഗറ്റീവ് ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. പടം അത് പറയത്തക്ക പ്രശ്നം ഉണ്ടായിരുന്നില്ല. തിയേറ്ററിൽ അത്യാവശ്യം പോയി ഞങ്ങൾ 50 ദിവസം മൾട്ടിപ്ലക്സുകളിൽ കളിച്ചാൽ ഞങ്ങൾക്ക് അത് നമ്മളതിന്റെ പ്രോഗ്രാമൊക്കെ നടത്തിയ ഇറ്റ് വാസ് അങ്ങനെ ഒരു പറയുന്ന പോലെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഒന്നും ഒരിക്കലും ഉണ്ടായില്ല. ഇത് അലൻ ഇവിടുത്തെ ഒരു അവതാരകനാണ്. എനിക്കറിയാം, ഞാൻ ഹോംലി മിൽസിന്റെ ഒരു ഫാനാ. താങ്ക് യു. എന്താ അലൻ? സാർ ബഡ്ജറ്റ് ഇത്തവണ 40,000 രൂപ വരും. നടക്കില്ല. ഈ ബഡ്ജറ്റ് അപ്രാപ്യമാണ്. മാക്സിമം 10,000. സാർ അത് നടക്കില്ല സാർ. അതെന്താ? ടെക്നിക്കൽ കോസ്റ്റ് സാർ. ടെക്നിക്കൽ കോസ്റ്റ് എന്താ സാർ? ഈ ചാനലിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ചെയ്യണ്ട സാർ. കണിശമായി. അതിന് വിൻഡോസ് മീഡിയ പ്ലെയർ പുറത്തുനിന്ന് എടുക്കേണ്ടി സാർ. ശരി. പിന്നെ ഈ മിനിമം 2 സ്പേസ് ബാർ എങ്കിലും വേണ്ടി വരും. മാത്രമല്ല ഈ ഷോർട്സ് എല്ലാം കൊണ്ട് റീസൈക്കിൾ ബിന്നിട്ട് നല്ല പോലെ റിഫ്രഷ് ചെയ്ത് എൻ്റർക്ക് അടിക്കാതെ നല്ല ഔട്ട് കിട്ടില്ല സാർ. അതാ താനെന്താ ആളെ ഫുള്ളാക്കുകയാണ്? താനൊരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ മുമ്പേ? എന്താ വിൻഡോസ് മീഡിയ പ്ലെയർ സാർ. എടോ, ആ സാധനം പുറത്തുനിന്ന് ഇവിടെ എടുത്തോണ്ട് വന്ന് നന്നായിട്ട് റീഫ്രഷ് ചെയ്ത് റീസൈക്കിൾ ബിന്നിട്ട് ഔട്ട് എടുക്കണമെങ്കിൽ മിനിമം 50,000 രൂപയാവും. എന്റെ ബോംബെയിലുള്ള സുഹൃത്ത് അഡ് ഫിലിം മേക്കർ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് താൻ. ഞാൻ അത്രയ്ക്കൊന്നും ഓർത്തില്ല സാർ. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പഠിക്കുവല്ലേ പ്ലീസ്.